ഇത് ശരിയല്ല സർ. സമരസമിതി ആൾക്കാരെ വിളിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രഹസന മീറ്റിംഗ് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. സമരസമിതിയുടെ ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതിനെന്താ അർത്ഥമുള്ളത്? 3 കൊല്ലം സ്ട്രഗിൾ ചെയ്ത ആൾക്കാരെ നിങ്ങൾ പുറത്ത് നിർത്തിയിട്ട് എന്ത് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഡിസ്കഷൻ വി ആർ ഗോയിങ് ടു ഹാവ്? ദിസ് ഈസ് ടോട്ടലി അബ്സേർഡ് ആൻഡ് വിയർഡ്. ഈ സമരത്തിന് കഴിഞ്ഞ 2.5-3 വർഷത്തോളമായി നേതൃത്വം കൊടുക്കുന്നവരെ, അതിനെ പ്രതിനിധാനം ചെയ്യുന്നവരെ ഈ ഭാഗത്ത് അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനമാണ്. കഷ്ടമാണ്. കാരണം ഇവിടെ സർവകക്ഷി യോഗമാണ് വിളിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് സമരസമിതിയാണ്. ഇങ്ങനെയൊരു സമരം രൂപപ്പെടുന്നതും ഇങ്ങനെയൊരു സാഹചര്യം രൂപപ്പെടുന്നതും കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ നടത്തിയ ഒരു വല്ലാത്ത മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തെ പോലും അടുപ്പിക്കുന്നില്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എന്തർത്ഥമുള്ളത്? ഞാനിപ്പോൾ കളക്ടറോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് വിളിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് പ്രഹസനമാണോ? നമുക്ക് രാഷ്ട്രീയ നേതൃത്വം ഉള്ളിലുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വത്തെക്കാളും ഈ സമരസമിതിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവിടെ സമരം നടന്നത് ആ ഫ്രഷ് കട്ടിൻ്റെ മുൻപിലുള്ള ഒരു 500 മീറ്റർ മാറിയുള്ള ഒരു പ്രൈവറ്റ് റോഡിലാണ്. അത് 2 പ്രൈവറ്റ് സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ നിന്നാണ് ഇവർ സമാധാനപരമായി സമരം ചെയ്തത്. ഒരു പബ്ലിക്കിനെയും ആരെയും അവർ ഒന്നും ചെയ്തിട്ടില്ല. അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനമുള്ള ഒരു സംഭവമാണ് ആ ഫ്രഷ് കട്ട് കമ്പനി. ആ കമ്പനിയിലേക്ക് ആൾ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ ആക്സസേ ഉള്ളൂ. അവിടെ ഒരേ ആക്സസേ ഉള്ളൂ. ആ ആക്സസിലേക്ക് ആൾക്കാർ എങ്ങനെ പോയി? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഉള്ളിലിടണം. ഈ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ആര് മെനക്കെട്ടാലും, ആര് അക്രമത്തിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ സമരം പൊളിക്കാൻ വേണ്ടി ഉള്ളിലുള്ള വണ്ടിയും സാധനങ്ങളും കത്തിച്ചവർ സമരക്കാർ മറ്റവർ തന്നെയാണ്. എന്താ പറയുക, ആ കമ്പനിക്കാർ തന്നെയാണ്. കമ്പനിക്കാർ ചെയ്ത പണി എന്തിനാന്ന് വെച്ചാൽ ഇത് ലേബൽ ചെയ്യാൻ വേണ്ടിയാണ്. വൈകിട്ട് 4-4:15 വരെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, സമാധാനപരമായി നടന്നത് എന്നുള്ളത് FIR-ലുള്ളതാണ്. പോലീസിൻ്റെ FIR-ലുള്ളത് 4:15 വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ താമരശ്ശേരി CAയും DYSP ഒക്കെ അടങ്ങുന്ന സംഘം വളരെ മാന്യമായി സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അവിടെ അക്രമമാണ് ഇവരുടെ രീതിയെങ്കിൽ, നമ്മുടെ രീതിയെങ്കിൽ അവിടെ കുട്ടികളുണ്ടാവില്ല, സ്ത്രീകളുണ്ടാവില്ല, ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാമഗ്രികളും പാത്രങ്ങളും ഒക്കെ ഒരുക്കമായിട്ട് അവർ വരില്ല. അവരെങ്ങനെ അത്രയും പേർക്ക് വന്നത്? ആ വന്ന ആളുകൾ സമരത്തിൽ അക്രമം കൊണ്ടുവരാനാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇത് കൃത്യമായി ആ സമയത്ത് 4:15 ശേഷം വന്ന SP അദ്ദേഹം ഒരു പ്രകോപനവുമില്ലാതെ സ്ത്രീകളുടെയും കുട്ടികളുടെ ഇടയിലേക്ക് ഗ്രാനേഡ് വലിച്ചെറിയുകയായിരുന്നു. അവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പോലീസ് അല്ലാത്ത മറ്റൊരു വിഭാഗത്തെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോലീസിൻ്റെ ഇത്തരം രീതികൾ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പോലീസിന് അങ്ങനെ ചെയ്യാനുള്ളൊരു അവകാശമില്ല. പോലീസ് ഏത് തരത്തിലാണ് അവിടെ അക്രമം ഇല്ലാണ്ടാക്കേണ്ടവരാണ് അവർ. ഈ പറയുന്ന കളക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അവിടെ കഴിഞ്ഞ 2.5-3 വർഷമായി ഏകദേശം എല്ലാ സമരത്തിൽ ഉണ്ടാകുന്നതാണ്. അവിടുത്തെ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ്. ഭാരവാഹിത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും മെമ്പറാണ്. എല്ലാവരും ഒരേ ഭാരവാഹിത്വം ഉണ്ടാവില്ലല്ലോ, വ്യത്യസ്തമായി. തീർച്ചയായും ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇതിൽ 25 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണത്. കളക്ടറുടെ അഫിഡവിറ്റിൽ തന്നെ പറയുന്നുണ്ട് 92 ടൺ വരുന്നുണ്ടെന്ന്.